ചെറുപ്രായത്തിൽ സോറിയാസിസ് ബാധിച്ച് പലതരം ചികിത്സകൾ ചെയ്തിട്ടും രോഗത്തിന് ശമനം ലഭിക്കാതെ ഇരുന്ന രോഗിക്ക് എങ്ങനെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ അതിൽ നിന്ന് മോചനം നേടാനായി എന്നതിനെ കുറിച്ചാണിത്. ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെട്ട് സോറിയാസിസ് മാറാ രോഗമായാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ സംവിധാനം സ്വന്തം ശരീര കോശങ്ങളെ, ചർമ്മത്തെ, നഖത്തെ, സന്ധികളെ ഒക്കെ ആക്രമിച്ച് നശിപ്പിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണിത്. ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്ന മരുന്നുകളാണ് ഇത്തരം രോഗത്തിന്റെ ചികിത്സയ്ക്കായി മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്നത്. മരുന്നുകൾ കൃത്യതയോടെ ഉപയോഗിച്ചാലും രോഗം മാറാറില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ചൊറിച്ചിലും ചുവപ്പും തടിപ്പും ചർമ്മം അടർന്നു വീഴുന്നതും ഒന്നും നിയന്ത്രിക്കാനാകണമെന്നില്ല. ശാരീരികമായുള്ള അസ്വസ്ഥതകൾക്കൊപ്പം മാനസിക പ്രശ്നങ്ങളും രോഗിയെ തളർത്തും. സോറിയാസിസും ഫാറ്റി ലിവറും അമിതവണ്ണവും മാനസിക സമ്മർദ്ദവും വിഷാദ രോഗവും ബാധിച്ച 18 വയസ്സുള്ള പെൺകുട്ടിക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എങ്ങനെ മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനായി, ലാബ് ടെസ്റ്റുകൾ എങ്ങനെയാണ് ശരീരത്തിനുണ്ടായ പുരോഗതി വിലയിരുത്താനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും സഹായിച്ചത്, പരിശോധനാ ഫലങ്ങളിലുണ്ടായ പുരോഗതി, ചൊറിച്ചിലും ചുവപ്പും തടിപ്പും ചർമ്മം അടർന്നു വീഴുന്നതും ഒക്കെ മാറാൻ എത്ര നാൾ വേണ്ടി വന്നു തുടങ്ങിയവയാണ് ഇതിൽ വിശദീകരിക്കുന്നത്.